ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി അലമുറ കൂട്ടുന്നവർ എന്തിനാണ് കേരള സ്റ്റോറി എന്ന സിനിമയെ ഭയക്കുന്നതെന്ന് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ. ഭീകരവാദം എവിടെയായാലും അത് നശിപ്പിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അത് എതിർക്കപ്പെടണമെന്നും പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി വ്യക്തമാക്കി. വെറുമൊരു സാങ്കല്പിക കഥയല്ല കേരള സ്റ്റോറി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലരും ഈ സിനിമയ്ക്കെതിരാകുന്നത്. പഠനത്തിന് വീട് വിട്ടു പോകുന്ന 2 പെൺകുട്ടികളെ പ്രണയത്തിൽ കുരുക്കി മത തീവ്രവാദത്തിൽ എത്തിക്കുന്നതും വഞ്ചന തിരിച്ചറിഞ്ഞിട്ടും ഇവർക്ക് പുറത്തു വരാൻ കഴിയാത്തതിന്റെയും കഥയാണ് സിനിമ പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി അലമുറ കൂട്ടുന്നവർ എന്തിനാണ് ഈ സിനിമയെ എതിർക്കുന്നതെന്ന ചോദ്യമാണ് കേരളത്തിലെ അമ്മമാർ ചോദിക്കുന്നത്. ഇത്രയും അധികം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അലമുറ കൂട്ടുന്ന ഈ കൂട്ടർ തന്നെ എന്തുകൊണ്ടാണ് ഈ കേരള സ്റ്റോറി എന്ന സിനിമയെ ഇത്രയധികം ഭയക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കും നിരവധിയായിട്ടുള്ള അമ്മമാരുടെയും ഈ കേരളീയരായിട്ടുള്ള മറ്റുള്ളവരുടെയും എല്ലാം ചോദ്യം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു കൂട്ടർക്ക് മാത്രമോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് മാത്രമോ സ്വന്തമാണ് എന്ന് കരുതുന്നതിടയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് വിമർശനങ്ങളുമായിട്ട് വരുന്നത്. കൂടുതലും ഇക്കൂട്ടരുടെ ഇടയിലാണ് അല്ലെങ്കിൽ അവരിൽ നിന്നുമാണ് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഭീകരവാദം, തീവ്രവാദം അത് എവിടെയായിരുന്നാലും അത് നശിപ്പിക്കേണ്ടത് എല്ലാവരുടെയും കർത്തവ്യമാണ്. അത്തരത്തിലുള്ള ഭീകരവാദങ്ങൾ അല്ലെങ്കിൽ ആ ഭീകരവാദ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പുറത്തു കൊണ്ടുവരുന്നതും അതിനെതിരെ പ്രതികരിക്കുന്നതും തീർച്ചയായിട്ടും രാഷ്ട്രത്തിൻ്റെ ആവശ്യമാണ്. കുടുംബ ഭദ്രതയും സാമൂഹ്യ സുരക്ഷിതത്വവും ആഗ്രഹിക്കുന്ന ഏതൊരാളും ഇതിനെ അനുകൂലിക്കണമെന്നും അഡ്വക്കേറ്റ് നിവേദിത അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും പോലെയുള്ളവർ എതിർപ്പുമായി രംഗത്ത് വരാൻ കാരണം ഇരുവരുടെയും വർഗീയ പ്രീണന രാഷ്ട്രീയമാണെന്നും ആരോപണമുണ്ട്. ജനം, മലപ്പുറം.